നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാൻ ഇന്ത്യ ഭീകരവിരുദ്ധ നയം അവതരിപ്പിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വാർഷിക അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം ശക്തമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ് ഈ ഭീകരവിരുദ്ധ നയം അവതരിപ്പിക്കുന്നതിലൂടെ. തീവ്രവാദരഹിത ഭാരതം കെട്ടിപ്പടുക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി ഇന്ത്യ ഇനി മുന്നോട്ടു പോകും. കർശന നടപടികളിലൂടെ ജമ്മു കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ ഭീകരവിരുദ്ധ നയത്തിന്റെ ഭാഗമായി ഇന്ത്യ ആവിഷ്കരിക്കും. തീവ്രവാദികളെ ഇല്ലാതാക്കുന്നതിനും ഭീകരവാദത്തിനെതിരായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും ശക്തമായ നിയമനിർമ്മാണവും ഇന്ത്യ നടത്തും. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നടപടി സ്വീകരിച്ച കേന്ദ്ര സർക്കാർ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് ഇനി കടക്കും. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഭീകരവാദം 1% പോലും ഇനി ഭാരതത്തിൽ അവശേഷിക്കരുത്. ഈ ലക്ഷ്യത്തിലേക്ക് ഭാരതം നീങ്ങുന്നു. ഇതിനായി ഉടൻ ദേശീയ ഭീകരവിരുദ്ധ നയം രൂപീകരിക്കും. ബഹുമുഖ സമീപനങ്ങളാണ് ഈ നയത്തിന്റെ നടപ്പാക്കൽ പദ്ധതിക്കായി ഇന്ത്യ സ്വീകരിക്കുന്നത്. തീവ്രവാദികളെ അവരുടെ മടയിൽ കയറി ആക്രമിക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നു. ഏതെങ്കിലും തരത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും നിരോധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സൈന്യത്തിന് പിന്തുണ നൽകുന്നു. ഇതിനകം തന്നെ കാസിം ഗുജാർ, ഗോൾഡി ബ്രാർ തുടങ്ങിയവരെ ഭീകരവാദികളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഇവരെ സൈന്യം കൈകാര്യം ചെയ്യും. ഹിസ്ബുത്ത് തഹീർ ഉൾപ്പെടെ 9 സംഘടനകൾക്ക് നിരോധനവും ഏർപ്പെടുത്തി. ഭീകരർക്ക് ധനസഹായം ലഭിക്കുന്നത് തടയാൻ സംയോജിത പദ്ധതി ഇപ്പോൾ ഇന്ത്യ തയ്യാറാക്കുന്നു. ഇത് തീവ്രവാദത്തിനെതിരായ സന്ധിയില്ലാത്ത പോരാട്ടമാണ്. ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സമാധാനം തെരഞ്ഞെടുപ്പിലെ ഉയർന്ന പോളിംഗ് ശതമാനം അത് വ്യക്തമാക്കുന്നതാണ്. ചുരുക്കം ചില മേഖലകളിൽ മാത്രമാണ് ഇപ്പോൾ മാവോയിസ്റ്റ് തീവ്രവാദ ശക്തികൾ വിലസുന്നത്. അവരും അന്തിശ്വാസം വലിക്കുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കും. രാജ്യത്തെ സൈബർ സുരക്ഷാ മേഖലയ്ക്കെതിരായ ഭീഷണികൾ നേരിടാൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനുകളിലും 5000-ഓളം സൈബർ കമാൻഡോകളെ നിയമിക്കും. പുതുതായി വികസിപ്പിച്ച ഡിജിറ്റൽ ക്രിമിനൽ കേസ് മാനേജ്മെന്റ് സിസ്റ്റം തീവ്രവാദത്തിനും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരെ NIA ശക്തിപ്പെടുത്തും. വിവിധ ഏജൻസികളുടെ ഏകോപനവും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഏത് സുരക്ഷാ വെല്ലുവിളിയും നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കും. തീവ്രവാദത്തിനെതിരെ മാത്രമല്ല, അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കെതിരെ പൊരുതാനാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് നേരിട്ട് കടന്നില്ല എങ്കിലും സംഘടനയോ വ്യക്തിയോ തീവ്രവാദ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുവെങ്കിൽ അവരെ മടയിൽ കയറി ഇന്ത്യ ഇനി തീർത്തിരിക്കും. നേരത്തെ സംസ്ഥാന പോലീസ് സേനാ മേധാവികളെയും സംസ്ഥാനങ്ങളിലെയും കേന്ദ്രങ്ങളിലെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ ചേർത്ത് NIA സംഘടിപ്പിച്ച ഭീകരവിരുദ്ധ സമ്മേളനത്തിൽ അമിത്ഷാ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ക്രമസമാധാനം സംസ്ഥാന വിഷയമാണെന്നും സംസ്ഥാനങ്ങൾക്ക് ഭൂമിശാസ്ത്രപരമായ കാര്യമുണ്ടെന്നും പറഞ്ഞ് അതിരുകളും ഭരണഘടനാപരമായ പരിമിതികളും ഇപ്പോൾ സംസ്ഥാനങ്ങളിലൂടെ തീവ്രവാദങ്ങൾ വളർന്നു വരുന്നു. അതിനെ ഇല്ലായ്മ ചെയ്യുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. സംസ്ഥാന പോലീസ് സേനയുടെ പ്രതിനിധികളോട് അവരിൽ ഭൂരിഭാഗവും DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരോട് ആവശ്യമുണ്ടെങ്കിൽ UAPA പ്രയോഗിക്കാൻ അമിത്ഷാ എന്ന് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസിയായ NIA എല്ലാ ഭീകരവാദ കേസുകളിലും UAPA ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്ത 632 കേസുകളിൽ 498 കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചു. തീവ്രവാദത്തെ നേരിടാൻ സംസ്ഥാനങ്ങളെയും കേന്ദ്ര ഏജൻസികളെയും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുന്നതാണ് പുതിയ ഭീകരവിരുദ്ധ ദേശീയ നയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്നത് 2047 ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കാൻ. അതിനു മുൻപ് എല്ലാ സുരക്ഷാ വെല്ലുവിളികളെയും നമ്മൾ പൂർണ്ണമായി നേരിടേണ്ടിയിരിക്കുന്നു. ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ ഏകീകൃത ആവാസ വ്യവസ്ഥയുണ്ടാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീങ്ങുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പ്രയത്നം കൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനിടെ ജമ്മു കാശ്മീരിലും നക്സൽ ബാധിത പ്രദേശങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും അക്രമങ്ങൾ വലിയ തോതിൽ കുറഞ്ഞുവെന്നാണ് അമിത്ഷാ അന്ന് അവകാശപ്പെട്ടത്. 2014 മുതൽ തീവ്രവാദത്തിനെതിരെ മോദി സർക്കാർ ശക്തമായി പൊരുതി. മുൻ ദശകത്തെ അപേക്ഷിച്ച് തീവ്രവാദ സംഭവങ്ങൾ 70% കുറഞ്ഞുവെന്നാണ് അമിത്ഷാ അവകാശപ്പെടുന്നത്.
ഇപ്പോൾ തീവ്രവാദികളുടെ ഷെൽഫ് ആയുസ് 2 വർഷത്തിൽ നിന്ന് കുറച്ച് ദിവസങ്ങളായി താന്നിരിക്കുന്നു. അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ US കൺട്രി റിപ്പോർട്ട് ഓൺ ടെററിസം 2023 സാക്ഷ്യപ്പെടുത്തുന്നത് ഇന്ത്യയിൽ കുറഞ്ഞുവരുന്ന ഭീകരവാദത്തിന്റെ കണക്കുകളാണ്. ഐസിസ്, ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽ ഖ്വയ്ദ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാവോയിസ്റ്റ്, ജമാഅത്തുൾ എന്നിവയുൾപ്പെടുന്ന ഇന്ത്യയിൽ സജീവമായ നിരവധി തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് ഇന്ത്യയിലെന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. മുജാഹിദ്ദീൻ, ബംഗ്ലാദേശ് തുടങ്ങിയവയും ശക്തമാണ്. എന്നാൽ ഈ ഭീകര സംഘടനകളെ തരം താഴ്ത്താനുള്ള ഇന്ത്യയുടെ ശക്തമായ തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങളെ അഭിനന്ദിക്കുകയാണ് US റിപ്പോർട്ടിൽ. ഇന്ത്യ ഇപ്പോൾ കൈക്കൊള്ളുന്ന ശക്തമായ നയപരിപാടികളും ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പല പദ്ധതികളും ഇസ്രയേൽ മോഡൽ തന്നെ. രാജ്യത്തിനകത്തും പുറത്തും ശക്തമായ ഭീകര സംഘടനകളെ എതിർക്കുന്നതിൽ ഇസ്രയേൽ അവലംബിക്കുന്ന പ്രത്യേക പദ്ധതികൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ അവലംബിക്കാനൊരുങ്ങുന്നത്. അത് കൂടുതൽ ശക്തവും വ്യക്തവുമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.